ഞാൻ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ പിന്നെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ നമ്മളെ മുന്നോട്ട് നടത്തുന്ന ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കൂ. ഇപ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടിലെത്തുന്ന സമയത്ത് വീട്ടിലെല്ലാവരും വളരെ സീരിയസ് മൂഡിലാണ്. അപ്പോൾ ഞാൻ എന്തോ ഒരു ബുക്ക് എടുത്തിട്ട് ഞാനിങ്ങനെ വായിക്കാൻ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആരും എന്നോടൊന്നും ചോദിക്കുന്നില്ല. അല്ല, എൻ്റെ അമ്മ കുറച്ച് സമയം കഴിയുമ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു, നീ എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യുക, ഇങ്ങനെ കിടക്കരുതെന്നൊക്കെ പറഞ്ഞു. ഒന്നാമത് ഞാൻ പ്രഗ്നൻ്റ് ആണല്ലോ. എൻ്റെ നെയ്ബർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട്, മാത്യുവിന് കാലിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്, പേടിക്കാനൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല, കാലിനല്ലേ, അതൊന്നും പ്രശ്നമില്ല, ആർമിക്കാർക്ക് അതൊക്കെ ഓക്കെ സംഭവിക്കാം, കാലിനല്ലേ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ ബ്രദേഴ്സൊക്കെ എയർഫോഴ്സിലായിരുന്നു, അവർ രണ്ടാളും അവിടെ എത്തി. അപ്പോൾ അവർ എന്നിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, മാത്യു വളരെ സീരിയസ് കണ്ടീഷനാണ്, തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു മാത്യു മരിക്കുന്നതിന് മുമ്പ് വരിക എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, മാത്യുവിന് മരിക്കാനൊന്നും ആവില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഉള്ളിലൊരു തോന്നലാണ്, പക്ഷെ ദൈവത്തിലുള്ള വിശ്വാസം അത് തന്നെയാണ് എന്നെ ഇന്നും അന്നും മുന്നോട്ട് നടത്തിയത്. ഞാനും മാത്യുവിൻ്റെ ബ്രദറും കൂടെയാണ് അവിടെ എത്തിയത്. അപ്പം അത് ICUലാണ്, വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ്. ഒന്നുമില്ല, എന്താ പറയുക, വെജിറ്റബിൾ സ്റ്റേജ് എന്നൊക്കെ പറയുന്ന പോലെ ആരെ അറിയുന്നില്ല, ഒന്നുമില്ല, അന്നത്തെ ഒരു അവസ്ഥയിലായിരുന്നു.